നമസ്കാരം. ഇന്ന് ചിങ്ങ 1. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഇന്ന് ഭഗവാൻ എന്തൊക്കെ മെസ്സേജസും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ബി ഓപ്പൺ ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പല അനുഗ്രഹങ്ങളും ജീവിതത്തിലോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഭഗവാൻ തരുന്ന ഫസ്റ്റ് മെസ്സേജ്. പല അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസും സിൻക്രൺസിറ്റിയും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിരുന്ന പേടികളെയോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കൊണ്ട് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളൊരു മാനസികമായ തടസ്സം ഉണ്ടാക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങൾക്കായി ഭഗവാൻ തന്നെ തുറന്നു തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഇമോഷണൽ പെയിൻ എല്ലാം മാറ്റിയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ഹൈ എനർജി വൈബിൽ നിങ്ങൾ തുടരുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മെൻ്റൽ ബ്ലോക്കേജസ് ഉള്ളവർക്കാണെങ്കിൽ അത് കിട്ടുകയില്ല, അനുഗ്രഹം അറിയാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെയിൻസിനെ എല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക. അപ്പോൾ എന്നിട്ട് ഹൃദയം ഓപ്പൺ ആക്കി ഇരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാനായി നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി റെഡിയായിരിക്കുക. കാരണം വളരെയധികം ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഭഗവാനായിട്ട് തന്നെ തരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ തന്നെയാണ് ഇവിടെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. അടുത്തത് ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ജീവിതത്തിൽ വലിയ വില തന്നെയുണ്ട്. ശരിയായ ബന്ധങ്ങളെയും ഓർക്കുക, ശരിയായ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പരിപോഷിപ്പിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു സപ്പോർട്ടും സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസും കൊണ്ടു തരുന്നതാണ് എന്നിവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തിയ സൗഹൃദങ്ങളെയും ബന്ധുത്വങ്ങളെയും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാനും മടിക്കരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, മൗനവ്രതം എന്നിവയൊക്കെ ആചരിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായും നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും നിങ്ങളിലോട്ട് തന്നെ സ്വയം കണക്റ്റ് ആകാനും സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങളിലുള്ള ആ ദിവ്യ ചൈതന്യത്തെ കൂടുതൽ ജ്വലിപ്പിക്കാനായി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനായിട്ട് ശ്രമിക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും വ്യക്തതയും ലഭിക്കുന്നതാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ചില പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിനെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇന്നർ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് ടഫ് ടൈംസ് ആണ്. നിങ്ങൾക്ക് ചില പ്രതിസന്ധികളോ നഷ്ടങ്ങളോ ചിലപ്പോൾ വന്നേക്കാം. ഇവിടെ നിങ്ങൾ ഭയപ്പെടാതെ കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സമയമാണിതെന്ന് മനസ്സിലാക്കാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം മാറി പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങളെ കണക്റ്റ് ആക്കാനുള്ളൊരു സമയമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഭഗവാൻ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ കൂടെ ഭഗവാൻ നിങ്ങളെ തണലിനും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൂടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതെയും ആശങ്കപ്പെടാതെയും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക. മെഡിറ്റേഷനൊക്കെ ധാരാളം സമയം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ചെയ്യേണ്ടി വരാം എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. കർമ്മ ക്ലിയറൻസിനും അതുപോലെ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനുമാണ് ഇത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
പിന്നെ ഭഗവാൻ കൂടെ ഉള്ളതിനാൽ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാം നിങ്ങൾക്ക് തന്നെ എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അടുത്തത് ബി പോസിറ്റീവ് ആണ്. ബുദ്ധിമുട്ടിച്ച ഒരു കാലം നിങ്ങൾക്ക് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വീണ്ടും ഒരു പ്രതീക്ഷയുടെ സമയം വരുന്നതാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ. നിങ്ങൾക്ക് അബണ്ടൻസും ലക്ഷറി ലൈഫും ഒക്കെ വരാനുള്ളൊരു സമയം കൂടിയാണിത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രോഗശമനം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരിക. പിന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിലും ഒരു മാറ്റം വരിക. അങ്ങനെ പല കാര്യങ്ങളും, പല പോസിറ്റീവ് കാര്യങ്ങളും നടക്കാനുള്ളൊരു സമയം കൂടിയാണ് നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നിങ്ങൾ സറണ്ടർ മോഡിൽ തന്നെ നിങ്ങളതെല്ലാം അംഗീകരിച്ച് മനസ്സ് ക്ലിയർ ആക്കി വെച്ചിരുന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്കായി ഭഗവാൻ ഇവിടെ കാത്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. പഴയ കാലം കഴിഞ്ഞു എന്നുള്ളൊരു അറിവ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, അത് ഉൾക്കൊള്ളുക. അതിനുശേഷം ആ പാസ്റ്റിലെ വേദനയെല്ലാം നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുത്ത് നിങ്ങൾ അത് കളഞ്ഞതിന് ശേഷം പുതിയ കാര്യങ്ങളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് സ്വീകരിക്കാൻ തയ്യാറാവുക. മാനസികമായി നിങ്ങൾ അതെല്ലാം കിട്ടാനായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പോസിറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കുടുങ്ങി പോകരുത് എന്ന് ഭഗവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഹീലായി നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരുന്നാലേ പറ്റുകയുള്ളൂ എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അടുത്തത് ന്യൂ ക്രിയേഷനാണ്. പുതിയ സൃഷ്ടികൾക്കും അതുപോലെ തന്നെ തുടക്കങ്ങൾക്കും അനുയോജ്യമായിട്ട് നിങ്ങൾ ലൈഫിൽ ഇതിനെല്ലാം പറ്റിയൊരു സമയമായിട്ട് വരുന്നതാണ്. പുതിയ അവസരങ്ങൾ വരുന്നതിനും അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വരുന്നതായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വരുന്നതായിട്ടും നിങ്ങളിൽ തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കുന്നതായിട്ടും ചിലർ ഇവിടെ സ്പിരിച്വൽ ജേണിയൊക്കെ നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ട്രാവലൊക്കെ ഇവിടെ നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത് അതിനൊക്കെയുള്ളൊരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ അറിഞ്ഞ് വിനിയോഗിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും പുതുതായി തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാൻ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളായിട്ട് പുതിയ പല കാര്യങ്ങളും തുടങ്ങുന്നതായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് കൂടുന്നുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഒരു കാര്യം ഭഗവാൻ പറയുന്നത്, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെയും അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങളുടെയും സമയം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് നോക്കാണ്. നിങ്ങൾക്കായി ഭഗവാന്റെ സഹായം ലഭ്യമാകുന്ന ഒരു സമയം വരും. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ആദ്യം പ്രവർത്തിക്കുക, അതിനുശേഷം ഭഗവാനോട് സഹായം ചോദിക്കുക. അത് നിങ്ങളുടെ പഠന മേഖലയിലുള്ള കാര്യമായിരുന്നാലും അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഏതിലായിരുന്നാലും നിങ്ങൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് ആദ്യം എടുക്കുക. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അതിനുശേഷം ബാക്കി ഭഗവാനോട് സഹായം ചോദിക്കാം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് എന്താണോ അത് തന്നെ സംഭവിപ്പിക്കാനായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്തത് ഷെയർ യുവർ ബൗണ്ടറീസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അബണ്ടൻസും അത് ഭഗവാനായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ആ കിട്ടുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അബണ്ടൻസും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പങ്കിട്ട് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. ചാരിറ്റി ചെയ്യുക.
അത് നിങ്ങളുടെ കാശായിരുന്നാലും നിങ്ങളുടെ അറിവായിരുന്നാലും സ്നേഹമായിരുന്നാലും എന്താണെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യുക. പിന്നെ എന്താണോ നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് തിരിച്ച് ഭഗവാൻ തരുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കലും കൂടെ നിങ്ങൾ വെച്ചേക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെയും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പഴയ അധ്യായം അവസാനിച്ച് പുതിയ ജീവിതത്തിൻ്റെ വഴി നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. പുതിയ ജോലി, റിലേഷൻഷിപ്പ്, പിന്നെ സ്പിരിച്വൽ ലൈഫ്, എല്ലാത്തിനും ഒരു പുതിയ മാറ്റം ലൈഫിലോട്ട് വരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഗൈഡായി തന്നെ ഭഗവാൻ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. പുതിയ തുടക്കങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തത് പേ ടൈമാണ്. നിങ്ങൾ വിതച്ചത് എന്താണോ അതിനുള്ള ഫലം കൊയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ പ്രവൃത്തി ചെയ്തിട്ടുള്ളതിന് അബണ്ടൻസും, നിങ്ങൾ ദുഷ്പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൈഫിൽ ഒരു പാഠം പഠിക്കാനുള്ളൊരു സമയവും ആയിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പേ ടൈമിൽ അതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളാണ് ധാരാളം ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് രോഗം ഉള്ളവരാണെങ്കിൽ അതിന് ശമനം വരുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അതെല്ലാം സോൾവായി പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് സോൾവ് ആവുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷം വരുന്നുണ്ട്. പുതിയ ജോബ് വരുന്നുണ്ട്. സ്പിരിച്വൽ ജേർണി ഇവിടെ കാണുന്നുണ്ട്. ഒരു യാത്ര കാണുന്നുണ്ട്. അബണ്ടൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഭഗവാൻ തരുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടിയും കൂടെ ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങളെപ്പോഴും പോസിറ്റീവ് വൈബിൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ചാരിറ്റി ചെയ്യുക. നിങ്ങൾ വരുമാനത്തിൻ്റെ 10% നിങ്ങൾക്ക് ഭഗവാൻ എത്ര തരുന്നുണ്ടോ അതിൻ്റെ 10% ചാരിറ്റിക്കായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ട്രാൻസ്ഫോർമേഷൻ, നമുക്കിവിടെ ചെറിയൊരിത് വരുന്നത് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഒന്ന് പൂർത്തിയാക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. അത് മാത്രം ഒരു കഠിനമാകുന്നുണ്ട്. ബാക്കിയെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. പിന്നെ പേ ടൈം, നമ്മൾ എന്താണോ കൊടുത്തത് അത് തിരികെ നമ്മളിലോട്ട് വരുന്ന ഒരു സമയം കൂടെയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് വരുന്നൊരു സമയമാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഒരു ട്രാൻസ്ഫോർമേഷനും പേ ടൈമും മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു ചെറിയൊരു ഇതായിട്ടുള്ളത്. ബാക്കിയെല്ലാം അനുഗ്രഹങ്ങൾ ഭഗവാൻ തരുന്നതായിട്ടാണ്. വളരെ നല്ലൊരു വർഷമാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർക്കുക, ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യുക. ഫോർഗീവ്നെസ്, നിങ്ങൾക്ക് വേദന തന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, ക്ഷമിച്ച് വിട്ടുകൊടുക്കുക. ശേഷം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവാക്കി വെക്കാൻ നോക്കുക. അത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളെ തന്നെ കണക്റ്റ് ആകാനായിട്ട് അത് സഹായിക്കുന്നതായിരിക്കും. മെഡിറ്റേഷൻ, യോഗയൊക്കെ നിങ്ങൾ ഒത്തിരി മാറ്റം കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നതൊക്കെ നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കാനായിട്ട് സഹായകമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഹൈ എനർജി വൈബിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു തിരിച്ചറിവിലോടുകൂടി നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.